ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോയ്സ്. സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമന്റ് സെക്ഷനിൽ പറയാനും ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും 100% ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏതാണ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ബീറ്റ എക്സ് ചെയിൻ, അതേപോലെ തന്നെ PBX കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്? ആൾറെഡി തന്നെ നമ്മുടെ ഒരു മാർക്കറ്റിൽ നല്ല പ്രൊജക്ടുകളുണ്ട്, ചീത്ത പ്രൊജക്ടുകളുണ്ട്, ഒരുപാട് നെഗറ്റീവ് പ്രൊജക്ടുകളുണ്ട്. ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങി പോക്സി സ്കീം, പിരമിഡ് സ്കീം പോലെ ഒരുപാട് പ്രൊജക്ടുകൾ നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നല്ലൊരു പ്രൊജക്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിവ്യൂ ചെയ്തിട്ട് നല്ലതാണെന്ന് എനിക്ക് പറയാൻ തോന്നണം. ഈ ഒരു പ്രൊജക്ട് വന്നിട്ട് ഒരു വർഷമായി. ഈ ഒരു പ്രൊജക്റ്റിലെ കാര്യങ്ങൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ റോഡ് മാപ്പിൽ പോയി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇത്രത്തോളം ആൾക്കാരോട് ഇത്ര പോസിറ്റീവ് ആയിട്ട് ഈ ഒരു പ്രൊജക്ട് നല്ലതാണ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരിപ്പോ വന്ന് നിൽക്കുന്ന സ്റ്റേജാണ്. ആൾറെഡി നമ്മുടെ ഈ ഒരു വേൾഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ഒരുപാട് പോക്സി സ്കീമും MLM-ഉം അതിലൊക്കെ കൊണ്ട് പൈസ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ താഴെ ചേരുന്നവർക്ക് ഈ മേലെ ചേരുന്ന ആൾക്കാരുടെ ഇൻകം കിട്ടാതാവുമ്പോൾ അല്ലെങ്കിൽ താഴെ ചേരാൻ ആൾക്കാർ ഇല്ലാതാവുമ്പോൾ ആർക്കും ആ പൈസ കിട്ടാവുന്ന ഒരുപാട് പ്രൊജക്ടുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവര് തന്നെ കൂടുതൽ ഹോൾഡിംഗ് വെച്ച് വിൽക്കുന്നുണ്ട്. ആ ഒരു പല കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്? ആൾറെഡി ഈ നമ്മുടെ അനസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ മെറ്റാ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ആയിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് നല്ലൊരു അടിയാണ്. മേ ബി ഒരു PBX എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്കാരോടൊപ്പം ഈ കമ്മ്യൂണിറ്റിയോടൊപ്പം ഈ ഒരു പ്രൊജക്ട് വളർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു രീതിയിൽ എത്താൻ പറ്റുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ബീറ്റ എക്സ് ചെയിൻ എന്നുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ലെയർ 1 പ്രൊജക്ട് ആണ്. അപ്പൊ എന്താണ് ലെയർ 1 പ്രൊജക്റ്റും അതേപോലെ തന്നെ PBX എന്ന് പറയുന്ന കോയിൻ എന്ന് പറയുന്നത് ഉൾപ്പെടെ കോയിൻ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിന് നേറ്റീവ് കോയിൻ എന്നാണ്. അപ്പൊ ഇതൊരിക്കലും ഒരു വെറും ടോക്കണോ കോയിനോ അല്ല, ഇതൊരു നേറ്റീവ് കോയിൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എന്താണ് നേറ്റീവ് കോയിൻ. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ETH എന്ന് പറയുന്നത് എത്തീരിയം ബ്ലോക്ക് ചെയിനിന്റെ നേറ്റീവ് കോയിൻ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ETH ഒരുപാട് പ്രൊജക്ടുകളും അതേപോലെ തന്നെ ഒരുപാട് ടോക്കൺസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ETH ഇത്രത്തോളം ഹൈപ്പ് വന്നത്. ആ ഒരു ബ്ലോക്ക് ചെയിനിന്റെ ടെക്നോളജി അത്രത്തോളം ഫാസ്റ്റിംഗ് ലൈറ്റ്നിങ് സ്പീഡ് കൊണ്ടാണ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സ്പീഡ് കൊണ്ടാണ് ഒരുപാട് പ്രൊജക്ടുകൾ ഇപ്പോഴും ആ പ്രൊജക്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴും എത്തീരിയം ബ്ലോക്ക് ചെയിനിൽ ഒരുപാട് പ്രൊജക്ടുകൾ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ BNB. ഈ BNB എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിനാൻസ് സ്മാർട്ട് ചെയിനിന്റെ ഈ ഒരു ബ്ലോക്ക് ചെയിനിന്റെ നേറ്റീവ് കോയിൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സോൾ എന്ന് പറയുന്ന ഈ സൊലാന ബ്ലോക്ക് ചെയിനിന്റെ നേറ്റീവ് കോയിൻ ആണ്. അപ്പൊ ഈ ഒരു നെറ്റ്വർക്കിൽ നിന്നാണ് പല പ്രൊജക്ടുകളും എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ നിൽക്കുന്ന ഈ ഒരു നേറ്റീവ് കോയിൻ ആണ് നമ്മുടെ PBX എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്വന്തം ബ്ലോക്ക് ചെയിൻ ഓൺ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ആ ബ്ലോക്ക് ചെയിന്റെ ഓൺ കോയിൻ ആണ് PBS എന്നുള്ളൊരു കാര്യം. അപ്പൊ അവിടെ തന്നെ മറ്റു പല പ്രൊജക്ടുകളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഫ്യൂച്ചറിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ എന്ത് ചെയ്തു, പ്രൊജക്ടുകൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു ടോക്കണിന്റെ വാല്യൂ, ഈ ഒരു പ്രൊജക്റ്റും ഈ ഒരു ബ്ലോക്ക് ചെയിനും അതിന്റെ ഒരു കമ്പനിയും വളരെയധികം എന്താവും, വളർന്നുകൊണ്ടേയിരിക്കും. നമ്മളും വളരും, ആ ഒരു കമ്പനിയും വളരും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ബീറ്റ എക്സ് ചെയിനിൽ അവർ ആൾറെഡി തന്നെ അവരുടെ DEX കൊണ്ടുവന്നിട്ടുണ്ട്, CEX കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഗേറ്റ് വേ അല്ലെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് വേ ആയിട്ട് PBS കാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള നിങ്ങൾ ആൾറെഡി ജെമിനി, ChatGPT ഉപയോഗിക്കുന്നത് പോലെ തന്നെ ബീറ്റ എക്സിന്റെ AI ബോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആൾറെഡി ഒരു CEX DEX നമ്മുടെ ഈ ഒരു വേൾഡിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം പൈസ വേണം. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വിത്തിൻ 1 ഇയർ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എത്രത്തോളം പൈസയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം ഒരു വിഷൻ ആ ഒരു പ്രൊജക്റ്റിലെ കണ്ടുകൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു പ്രൊജക്ട് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുറെ കോയിൻ വാങ്ങി ആൾക്കാരിന് ചേർത്തി അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കില്ല. പോക്സി സ്കീം അല്ല നമ്മളിവിടെ നോക്കുന്നത്. ഇവന്റെ ബ്ലോക്ക് ചെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവന്റെ എക്സ്പ്ലോറർ എടുത്തതൊക്കെ പബ്ലിക് ആണ്. നിങ്ങൾക്ക് ഒഫീഷ്യലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഈ ബ്ലോക്ക് ചെയിൻ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇപ്പൊ റീസെന്റ് ചെയിൻ ലിസ്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വാലറ്റിലേക്ക് ചെയിൻ ലിസ്റ്റ് വഴി നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് ആഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പിന്നെ പറയാം. ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, അതേപോലെ തന്നെ ഇവർ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു, ഇനി ഫ്യൂച്ചറിൽ ഇവർ എന്താവും എന്നുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ പറയാം. അതേപോലെ തന്നെ നമുക്ക് അവരുടെ ഒഫീഷ്യൽ ചാനലൊക്കെ പോയി നോക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നെറ്റ്വർക്ക് ആഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ചെറിയ വീഡിയോ ഒക്കെ കാണും. അത് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ പോയി കാണും. അത് ആൾറെഡി ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾ അല്ലെങ്കിൽ ക്രിപ്റ്റോയിലൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതെങ്കിലും നന്നാവും, അങ്ങനെയുള്ള ഒരു കാര്യം വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു ബീറ്റ എക്സ് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റും, ഇല്ലെങ്കിൽ ഈ ഒരു PBS എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നേറ്റീവ് കോയിൻ. അപ്പൊ എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവർക്കുള്ളത്, അതേപോലെ തന്നെ
DEX ഉം CEX ഉം ഈ പുതിയ 2 ഫീച്ചർ ആയിട്ടുള്ള കാര്യങ്ങളും എത്രത്തോളം ടോക്കൺ ആണ് ഹോൾഡ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ ഈ ഒരു കമ്പനി ആയിട്ട് വളരാം. ആൾറെഡി തന്നെ ഇങ്ങനെ ഒരു കമ്പനി വളരുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കുന്നത്, നമുക്കും വളരണം, നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവർ കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് വളരാൻ പറ്റുക, ഈ ഒരു ടോക്കൺ എവിടെ നിന്നാണ് വാങ്ങുക, എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാം ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഒരുപാട് പൈസ കോടികൾ ഇടണം എന്നുള്ളൊരു കാര്യമല്ല പറയുന്നത്. ഇപ്പൊ ചെറിയ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് വലിയ പൈസ ആവാനുള്ള സാധ്യത ഏറെക്കുറെ ഉള്ള ഒരു പ്രൊജക്ട് ആണ് BETA-X ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഇവന്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. വെബ്സൈറ്റ് നമുക്ക് വന്നതും കാണാൻ പറ്റും. BETA-X ദ ഫ്യൂച്ചർ ഓഫ് ലെയർ 1 ഇൻഫ്രാസ്ട്രക്ചർ. ആൾറെഡി തന്നെ അതിന്റെ CEX ഉം അതേപോലെ തന്നെ DEX ഉം നമുക്ക് ഇവിടെ ലൈവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ P2P ഈ ഒരു CX ഒക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ കിടക്കുന്നുണ്ട്. മാക്സിമം എന്തൊക്കെ ടോക്കൺസ് അല്ലെങ്കിൽ കോയിൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട് എല്ലാ കോയിൻസും ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം പോസിറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ തൊട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാലിഡേറ്റർ നോഡ് ഇല്ലെങ്കിൽ എന്താ നമുക്ക് ഈ ഒരു പർച്ചേസ് ഫൗണ്ടർ നോഡൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾറെഡി വാങ്ങിയ ആൾക്കാരിൻ്റെ നിന്ന് വാങ്ങാനാണ് പറ്റുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ആ 1 വർഷത്തിൽ തന്നെ അത്രത്തോളം ഡെവലപ്മെൻ്റ് ആയി. അതേപോലെ തന്നെ അത്രത്തോളം ആൾക്കാർ അത് പർച്ചേസ് ചെയ്ത് കഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ നമുക്ക് അവർ തരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ട്രാൻസ്ഫർ ക്രിപ്റ്റോ ഇൻസ്റ്റൻ്റ്ലി ആൻഡ് സെറ്റിൽ പേയ്മെൻറ്റ് വിത്ത് PBX. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഏതൊരു കമ്പനി ഇത് ഏറ്റെടുക്കുക എന്നുണ്ടെങ്കിലും ഈ ഒരു ട്രാൻസ്ഫർ ഒരു ക്രിപ്റ്റോ ആയിക്കോട്ടെ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി തന്നെ അത് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ എത്തിക്കാനും ഈ ഒരു പേയ്മെൻറ്റ് ഇവിടെ സെറ്റിൽ ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലിമിനേറ്റ് പ്രീ ഫണ്ടിങ്, എനേബിൾ റിയൽ ടൈം ലോ കോസ്റ്റ് പേ ഔട്ട് ഫോർ ദ റെമിറ്റൻസ് ആൻഡ് പേറോൾ ഓർ മെർച്ചൻറ്റ് പേയ്മെൻറ്റ്സ്. അപ്പോൾ എല്ലാ ഒരു ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മുടെ ക്രിപ്റ്റോ ഒക്കെ നമ്മുടെ ഇവിടെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിയിലുള്ള കമ്പനികൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു പേയ്മെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു PBX കോയിൻ വഴി നമുക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റികൾ അവർ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. ആൾറെഡി തന്നെ അവരുടെ കാർട്ടും AI ബോട്ടും ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. അത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കണം. ആ ഒരു കാര്യം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ട്രഷറി മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ആൻഡ് ഗ്ലോബൽ PSPS, അതേപോലെ തന്നെ ഗ്ലോബൽ മെർച്ചൻറ്റ് ആൻഡ് E-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിൽഡ് ഫോർ സ്പീഡ് എന്നുള്ളൊരു കാര്യമാണ്. ഏതൊരു ലെയർ 1 പ്രൊജക്റ്റിലും അത്രത്തോളം ട്രാൻസാക്ഷനുകളൊക്കെ വിത്തിൻ സെക്കൻഡ് കൊണ്ടോട് നടക്കുന്നത് കൊണ്ടാണ് അതൊരു ലെയർ 1 പ്രൊജക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് അതിൽ നിന്ന് വേറെ പ്രൊജക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഒരു ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താണ് ഇവർ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചറും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഡീസെൻട്രലൈസും സെൻട്രലൈസ് പ്ലാറ്റ്ഫോമും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവർ തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട് BETA എക്കോസിസ്റ്റം EVM-ലാണ്. അതേപോലെ തന്നെ PBS ആണ് ഇവരുടെ നേറ്റീവ് കോയിൻ. 100% ഡീസെൻട്രലൈസ് പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ കോർ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ PBS കോയിൻ അവർ ചെയ്തു. അതേപോലെ തന്നെ ഓപ്പൺ ബ്ലോക്ക് ചെയിൻ ഫോർ ഇന്നോവേഷൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലോബൽ പേയ്മെൻറ്റ് സിസ്റ്റം അവർ കൊണ്ടുവരും. പ്രോഫിറ്റ് ഷെയറിംഗ് മോഡൽ കൊണ്ടുവരും. അതേപോലെ തന്നെ പേ ബാക്ക് റിവാർഡ് അവർ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആൾറെഡി തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആവുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം അവർ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പോസിറ്റീവ്സ് കൊണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ ഗുണങ്ങൾ കൊണ്ടായിക്കോട്ടെ, അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ CEX-നെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ ടോക്കൺ ഹോൾഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സേഫാണ്. ആൾറെഡി തന്നെ ഒരു എയർ ഡ്രോപ്പ് കഴിഞ്ഞു. അതേപോലെ തന്നെ 80% ടോക്കണും നമുക്കിവിടെ വരെ ലോക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു PBS എന്ന് പറഞ്ഞിട്ടുള്ള നേറ്റീവ് കോയിൻ യൂസ് ചെയ്യുന്നത് വെറും ഗ്യാസ് ഫീയും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ എത്രത്തോളം പ്രൊജക്റ്റുകൾ വരുന്നുണ്ടോ അത്രത്തോളം ഈ പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ടോക്കൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു കോയിൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കും അതിനനുസരിച്ചുള്ള വാല്യൂ അതിൽ കയറിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് 1 വർഷമായി വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. BETA-X ചെയിനിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി വെറും ഇമെയിൽ ID-യും പാസ്വേഡും മാത്രം മതി. CEX-ൻ്റെ ലിങ്കും DEX-ൻ്റെ ലിങ്കും ചെയിൻ ലിസ്റ്റിൽ ആഡ് ചെയ്യും, നെറ്റ്വർക്ക് ആഡ് ചെയ്യേണ്ട ലിങ്കും കമ്മ്യൂണിറ്റിൻ്റെ ലിങ്കും എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവൻ ഇവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു BETA AI ബോട്ടിൻ്റെ ലിങ്ക്, അതേപോലെ തന്നെ ഈ PBS കാർട്ടിൻ്റെ ലിങ്ക്, എല്ലാ കാര്യങ്ങളും ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽ അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രൊവൈഡഡ് ബൈ ലെയർ 1 ബ്ലോക്ക് ചെയിൻ. അതേപോലെ തന്നെ എത്രത്തോളം ടോക്കൺ ഇവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്, ട്രേഡിങ് കാര്യങ്ങളൊക്കെ സ്മൂത്ത്ലി നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ തൊട്ട് മേലോട്ട് വന്നിട്ട് അടുത്ത് പറയാൻ പോകുന്നത് നമുക്കിതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എത്രത്തോളം പ്രൊജക്റ്റ് ഇതിലേക്ക് ആഡ് ആവുന്നുണ്ടോ അത്രത്തോളം ഈ ഒരു ബ്ലോക്ക് ചെയിൻ വളരുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ എത്രത്തോളം കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ ഇതിലേക്ക് സ്റ്റേക്ക് ചെയ്യുന്നു, ഈ ടോക്കൺ വാങ്ങുന്നുണ്ടോ, ഈ ടോക്കൺ ട്രേഡ് ചെയ്യുന്നുണ്ടോ, ആ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റുകളുണ്ട്, എത്രത്തോളം ആൾക്കാർ ഇതിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് 4 പേര് 10 പേര് കയറി എന്നുള്ള കാര്യം പുതിയതായിട്ട് ഒരു പ്രൊജക്റ്റ് വന്നു അവർ കൂടുതൽ യൂട്ടിലൈസ് ചെയ്താലും ആർക്കാണ് ഗുണം,
ഗുണം വരിക, നമുക്കാണ് ഗുണം വരിക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ CX-ലും സ്റ്റേക്കിംഗ് ഓപ്ഷൻ ഉണ്ട്, DX-ലും സ്റ്റേക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തരാം. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ആൾറെഡി തന്നെ എൻ്റെ വാലറ്റിൽ $0.39 PBS ടോക്കൺ ഉണ്ട്. അപ്പോൾ ഇവിടെ വ്യൂ ആൾ അസറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മൊബൈലിൽ ചെയ്ത് കാണിച്ചു തരുന്നത് എല്ലാ സാധാരണക്കാരായ ആൾക്കാർക്കും ഇത് എത്തണം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ്. എന്നാൽ മാത്രമാണ് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ലാപ്ടോപ്പുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് ചെയ്യാൻ പറ്റുക. ഏതൊരു സാധാരണ മനുഷ്യന് ഫോൺ ഉണ്ടോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഫോണിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ വാലറ്റിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ സ്പോട്ട് എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഒന്നില്ലെങ്കിൽ സ്പോട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് തന്നെ വിഡ്രോ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എക്കോ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇതിൻ്റെ എക്കോ സിസ്റ്റം ട്രേഡ് ചെയ്യാം, PBS ടോക്കൺ വാങ്ങാനുള്ള രീതിയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ നേരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴെ തന്നെ ഏതൊരു രീതിയിലാണ് നിങ്ങൾക്ക് ഇത് വാങ്ങേണ്ടത്, ഒന്നില്ലെങ്കിൽ BNB ആണോ, BTC ആണോ, LTC ആണോ, USDT ആണോ, ഏതൊരു കോയിൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് വാങ്ങാൻ പറ്റും, ഈ ഒരു PBS ടോക്കൺ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പോട്ട് എക്സ്ചേഞ്ചിൽ ഒരുപാട് ടോക്കൺ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. തൊട്ട് താഴോട്ട് വരിക, ഞാനിവിടെ USDT ആണ് കൊടുക്കുന്നത്. അപ്പോൾ തൊട്ട് താഴോട്ട് വന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ടെതർ USDT ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റിംഗ് അഡ്രസ്സ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത്രത്തോളം മിനിറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് $1 മാത്രമാണ്. അപ്പോൾ ഈ ഒരു $1 ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഈ ഒരു ട്രേഡിംഗ് സെക്ഷനിലേക്ക് നിങ്ങൾ പോകണം. ട്രേഡിംഗ് സെക്ഷനിൽ പോയാൽ നമുക്ക് അവിടെ ആൾറെഡി തന്നെ ഇതിൻ്റെ നേറ്റീവ് ടോക്കൺ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും, ഈ ട്രേഡിങ്ങിൽ കിടക്കുന്നുണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് തന്നെ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾത് വാങ്ങി ഹോൾഡ് ചെയ്ത് വെച്ചാലും ആർക്കാണ് ഗുണം, നമുക്ക് തന്നെയാണ് ഇതിൻ്റെ വാല്യൂ കൂടി നിങ്ങൾക്ക് വിൽക്കാനും ആക്കാനും പറ്റും എന്നുള്ളൊരു ഗുണം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നേരെ പ്രൊഫൈലിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരികയാണ്. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴോട്ട് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ PBX അതേപോലെ തന്നെ USDT എന്ന് പറഞ്ഞിട്ടുള്ളത് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൾറെഡി തന്നെ നിങ്ങൾ USDT ഡെപ്പോസിറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെയറിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് ഓർഡർ ഉണ്ട്, മാർക്കറ്റ് ഓർഡർ ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ട്രേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ട്രേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബൈയും സെല്ലും നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് നമുക്കിവിടെ ഉള്ളത് എന്നുള്ളൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ USDT ഇത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടോട്ടലായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അത് വാങ്ങിയിട്ട് നേരെ ഇവിടെ നിന്ന് ബൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ PBS ടോക്കൺ വാങ്ങാൻ പറ്റും. എന്നിട്ട് ഹോൾഡ് ചെയ്യാം. അത് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ എത്രയാണ് ചെയ്യേണ്ടത്, ഇവിടെ മിനിമം സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് 100 PBX ടോക്കണാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് DX-ൽ എത്ര വേണമെങ്കിലും സ്റ്റേക്ക് ചെയ്യാം, CX-ൽ 100 ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് CX ആണ്. എന്താണെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് ഹൈ ഈൽഡിങ് കൊടുക്കുന്നത് എവിടെ നിന്നാണ്, ഈ ഒരു CX എക്സ്ചേഞ്ചിൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഈൽഡ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. ആ ഒരു ഈൽഡ് ഹബിലാണ് നിങ്ങൾ ആൾറെഡി തന്നെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു PX ടോക്കൺ നിങ്ങൾക്ക് ആൾറെഡി USDT ഉപയോഗിച്ച് അതേപോലെ തന്നെ BNB ഉപയോഗിച്ച് ഇല്ലെങ്കിൽ ഏതൊരു ടോക്കൺ ഉപയോഗിച്ച് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു ഞാൻ കാര്യം കാണിച്ചു തന്നു. അത് വാങ്ങിയ ഉടനെ തന്നെ അതേ പെയർ ഇവിടെ കിടക്കുന്നുണ്ട്, BNB LTC BTC ഇത് ഉപയോഗിച്ച് തന്നെ ട്രേഡിംഗ് പെയർ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കിട്ടുന്നത് USDT ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ USDT ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് സ്റ്റേക്കിംഗ് നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ആൾറെഡി ഉള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ എത്രത്തോളം ഈൽഡാണ് കിട്ടുക, മിനിമം സ്റ്റേക്ക് എത്രയാണ്, എത്രത്തോളം ആൾക്കാർ ഇതുവരെ സ്റ്റേക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് ഈ ടോക്കൺ വാങ്ങുക, ഇതിൽ കൊണ്ട് 360 അല്ലെങ്കിൽ 150 to 365 ദിവസം സ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം 30% to 50% ആണ് അക്രോസ് 2 ടേംസ് ആൻഡ് തന്നിട്ട് അവർ എന്ത് ചെയ്യുന്നത്, അക്രോസ് 30 to 50% റേഞ്ചിലാണ് അവർ നിങ്ങൾ ആനുവൽ ആയിട്ടുള്ള ഒരു ഈൽഡ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ്, നല്ല ഇതിൻ്റെ കൂടുതലായിട്ട് ഇവർ ബ്ലോക്ക് ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഹൈ ഈൽഡ് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് DX ആണ്. അപ്പോൾ DX പെട്ടെന്ന് തന്നെ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് എൻ്റെ മെറ്റാമാസ്കിലേക്കാണ്. അപ്പം നേരെ ഞാൻ മെറ്റാമാസ്കിലേക്ക് വന്നിട്ടുണ്ട്. ആൾറെഡി ഈ ഒരു DX-ൻ്റെ ഈ ഒരു ലിങ്കും ഞാൻ എന്ത് ചെയ്യാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നേരെ എന്നിട്ട് ഇവിടെ ഈ മെറ്റാമാസ്കിൽ എക്സ്പ്ലോർ സെക്ഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ സെർച്ച് സെക്ഷനിൽ ഈ ഒരു ഞാൻ തന്നിട്ടുള്ള എൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക കൊടുക്കുക. അങ്ങനെ ലിങ്ക് കൊടുത്തു പറഞ്ഞാൽ ഞാൻ ആൾറെഡി തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നോക്കണമല്ലോ. അപ്പോൾ എൻ്റെ വാലറ്റ് ഞാൻ ഇവിടെ കണക്ട് വാലറ്റിലുള്ള വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിലൂടെ മെനു സെക്ഷൻ ഉണ്ട്, ഇവിടെ സാപ്പ് ഉണ്ട്, പൂൾസ് ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, ടോക്കൺസ് ഉണ്ട്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ തൊട്ട് താഴോട്ട് വരികയാണ്. തൊട്ട് താഴോട്ട് വന്നാൽ 90 ദിവസം, 150 ദിവസം, അതേപോലെ തന്നെ 365 ദിവസമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ തൊട്ട് താഴോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൾറെഡി ഞാൻ 22 ടോക്കൺസ് PBS നേറ്റീവ് ടോക്കൺ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേറ്റീവ് കോയിൻ ഞാൻ ഇവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ എൻ്റെ റിവാർഡ് ഞാൻ ക്ലെയിമും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ലൈവായിട്ടുള്ള പ്രൂഫാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ഞാൻ അടുത്ത
എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇവൻ്റെ പുതിയ പ്ലാറ്റ്ഫോമുകളാണ്. PBX കാർട്ടും അതേപോലെ തന്നെ ഇവൻ്റെ ബീറ്റ AI എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടൈമാണ് എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു DXൻ്റെ ലിങ്കും CXൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു PBX കാർട്ടും അതേപോലെ തന്നെ ഈ ഒരു ബീറ്റ AI എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു PBX കാർട്ട് ആൾറെഡി തന്നെ ലൈവ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എത്രത്തോളം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ആ ഒരു ഡിസ്കൗണ്ടുകൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്നൊക്കെ കിട്ടുന്നു. ഇവിടെ നിന്ന് ഇതിൻ്റെ കോയിൻസ് ഉപയോഗിച്ച് വാങ്ങാൻ പറ്റുന്ന ഫീച്ചറുകൾ വരുന്നു. അങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റായിട്ട് മാറാൻ ഒരുപാട് സാഹചര്യമുള്ള പ്രൊജക്റ്റാണ് BTX ചെയിൻ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിനാണ് BTX ചെയിൻ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഇത്രത്തോളം അവർ കാര്യങ്ങൾ വിത്തിൻ 1 ഇയർ കൊണ്ട് ചെയ്തു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പ്രൂഫ് കാണിക്കണ്ടേ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ PBX കാർട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ബീറ്റ AIയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ നമുക്ക് അവിടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഇത് AI ചാറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ട്രേഡിങ് റിലേറ്റഡ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ബോട്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബീറ്റ AI ബോട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ എവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രത്തോളമാണ് എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ആൾറെഡി തന്നെ പറഞ്ഞു, ഫ്യൂച്ചറിൽ ഒരുപാട് വളർച്ചയിലെത്താൻ ഒരുപാട് സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റാണ്. അല്ലെങ്കിൽ അതിൻ്റെ വിഷൻ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. എന്നിട്ടും ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് ഇതിൻ്റെ കമ്മ്യൂണിറ്റി പോയി ചോദിക്കുക, ഡൗട്ടുകൾ ചോദിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ റിവ്യൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എങ്ങനെയാണ് ചേരേണ്ടത്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവർ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ 100% നമുക്കൊരു ഹസൽ ഫ്രീ, നമുക്കൊരു ടെൻഷൻ അടിക്കാതെ തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സ് അവർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. ആൾറെഡി പല പ്രൊജക്റ്റുകളും വന്നിട്ട് ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ ഇവർ ആൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ബാക്കി നമ്മളിനി അതിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ഒരു BTX ചെയിനിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നല്ല രീതിയിൽ തന്നെ ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് അവർക്കും കൂടി ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. ഈ ഒരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വളർത്തുക. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.